പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെതിരെ ഷാഫി പറമ്പിൽ MP നൽകിയ പരാതിയിൽ മേലുള്ള അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക്. വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡിനെതിരെ പരാതി നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും അന്വേഷണം ആരംഭിച്ചിട്ടില്ല. അതിനിടെ ഷാഫി പറമ്പിൽ MP മാധ്യമങ്ങളിലൂടെ അപമാനിച്ചതിൽ നടപടി ആവശ്യപ്പെട്ട് അഭിലാഷ് ഡേവിഡ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകി. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുകയാണ്. ഇംതിയാസ്, അഭിലാഷ് ഡേവിഡിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അന്ന് MP പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ അഭിലാഷ് ഡേവിഡ് അവിടെ നിൽക്കുന്നതും മറ്റ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ താൻ അവിടെ ഉണ്ടായിരുന്നില്ല, തനിക്ക് ഡ്യൂട്ടി അവിടെ ആയിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അഭിലാഷ് ഡേവിഡ് അതിന് മറുപടിയായി പറഞ്ഞത്. ഇപ്പോൾ ഈ പരാതിയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറായിട്ടുള്ള അഭിലാഷ് ഡേവിഡ് ഷാഫി പറമ്പിൽ MPക്കെതിരെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ റൂറൽ SP ആയിട്ടുള്ള KE ബൈജുവിന് ഒരു അപേക്ഷ നൽകിയിട്ടുള്ളത്. ബൈജു അത് DGPക്ക് ആ അപേക്ഷ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അഭിലാഷ് ഡേവിഡ് പ്രധാനമായിട്ടും പറയുന്നത് താൻ മർദ്ദിച്ചു എന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്നെ അപമാനിക്കുന്ന തരത്തിൽ പല കാര്യങ്ങളും ഷാഫി പറമ്പിൽ പറഞ്ഞു. മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ കാര്യങ്ങൾ തനിക്കെതിരെ ഉണ്ടാക്കി എന്നാണ് അഭിലാഷ് ഡേവിഡ് പ്രധാനമായും ഉന്നയിക്കുന്ന പരാതി. അപേക്ഷയിലും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ തനിക്ക് നടപടിയുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അത് ഉന്നത ഉദ്യോഗസ്ഥരോട് ചോദിക്കണം. ആ അനുമതിയാണ് ഇപ്പോൾ DGPയോടും റൂറൽ SP ആയിട്ടുള്ള ബൈജുവിനോടും KE ബൈജുവിനോടും ഇപ്പോൾ അഭിലാഷ് ഡേവിഡ് തേടിയിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഷാഫി പറമ്പിൽ MP ഈ അഭിലാഷ് ഡേവിഡിന് നൽകിയിരിക്കുന്ന പരാതിയിൽ ഒരാഴ്ച കഴിയുന്നു. ആ പരാതിയിൽ ഇതുവരെ ഒരു അന്വേഷണമോ അതുമായി ബന്ധപ്പെട്ട ഒരു നീക്കങ്ങളോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത് KE ബൈജുവിനോട് അന്വേഷിക്കുന്ന സമയത്ത് ബൈജു പറയുന്നത് ബൈജുവിന്റെ ചുമതല ഇപ്പോൾ വയനാട് SP ആയിട്ടുള്ള SP-ക്കാണ് ചുമതലയുള്ളത്. അവരടക്കം പറയുന്നത് അങ്ങനെ അഭിലാഷ് ഡേവിഡിനെതിരെ ഒരു പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ തനിക്ക് ലഭിച്ചിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ല എന്നാണ് ആ ചുമതലയുള്ള വയനാട് SP ഷാഫി പറമ്പിൽ MP നൽകിയ പരാതിയിന്മേൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് കോൺഗ്രസ് വലിയ ഗൗരവത്തിൽ ഈ വിഷയം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. കോൺഗ്രസിന്റെ മുൻപിൽ പ്രതിസ്ഥാനത്ത് പോലീസാണ് എന്നിരിക്കെ തന്നെ അടുത്ത ദിവസം വടകര DYSPയുടെ വീടിന്റെ മുൻപിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തുന്നുണ്ട്. ഇതിനെ വലിയ രാഷ്ട്രീയ വിവാദമാക്കി പ്രശ്നമാക്കി കൊണ്ടുപോകാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നു തന്നെ അതിന്റെ ചെറിയ രീതിയിലുള്ള സമര പരിപാടികളും അവർ ആലോചിക്കുന്നുണ്ട്. എന്തായാലും പ്രശ്നം ഇപ്പോൾ രണ്ടു തട്ടിലാണ്. ഒന്ന് ഷാഫി പറമ്പിൽ MP തന്നെ അപമാനിച്ചു എന്ന രീതിയിൽ പോലീസ് നൽകിയ പരാതി, അഭിലാഷ് ഡേവിഡ് നൽകിയ പരാതി. മറ്റൊന്ന് ഷാഫി പറമ്പിൽ MP ഈ അഭിലാഷിനെതിരെ നൽകിയ പരാതിയുമാണ് നിലനിൽക്കുന്നത്. അതിൽ രണ്ടിലും ഒരു നടപടിയോ നീക്കുപോക്കോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അതോടൊപ്പം തന്നെ അഭിലാഷ് ഡേവിഡിനെതിരെ MP നൽകിയ പരാതിയിൽ ഒരാഴ്ചയായിട്ടും നടപടിയില്ല എന്ന വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഷാഫി പറമ്പിൽ തന്നെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഭിലാഷ് ഡേവിഡ് നൽകിയ പരാതിയും പരിഗണിക്കുന്നു. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.